പേജ് നമ്പർ 189 റിവിഷൻ പ്രോബ്ലം 8. നമ്മൾ ഇതിങ്ങനെ ഈ ചാപ്റ്ററിലെ വലിയ ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു പോകും. ഏത് നെറ്റ് പ്രോഫിറ്റ് ചെയ്യുന്നതും പ്രൊഫഷൻ്റെ ആക്ച്വൽ പ്രൊഫഷണൽ ഇൻകം കാണുന്നതൊക്കെ ചിലപ്പോൾ വരിക ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും വരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. റിവിഷൻ പ്രോബ്ലം 8 പേജ് നമ്പർ 189. സ്റ്റേറ്റ് വെദർ the following items are allowable while computing profit from business. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ അലവബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഐറ്റം, കോമ്പൻസേഷൻ പെയ്ഡ് ടു എൻ എംപ്ലോയി ഫോർ ദി ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയി. ഒരാളിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണ സമയത്ത് അയാൾക്ക് കുറച്ച് കോമ്പൻസേഷൻ കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ബിസിനസ്സിൻ്റെ അഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? കാണിച്ചൂടെ? കാണിക്കാം. അഡ്മിസിബിൾ എക്സ്പെൻസ്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതുന്നുണ്ട്? ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് അഡ്മിസിബിൾ ആണോ ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഹൈഫൺ ഇട്ടിട്ട് എഴുതുക, അഡ്മിസിബിൾ എക്സ്പെൻസ് എഴുതുക. ഓക്കെ. രണ്ടാമത്തെ, എമൗണ്ട് ഇൻകേർഡ് ഫോർ ഡിഫെൻഡിങ് എ സ്യൂട്ട് ഫോർ ഇൻഫ്രിഞ്ചിങ് ദി ട്രേഡ് മാർക്ക് ഓഫ് ദി അസസി. അതായത് അസസിയുടെ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്, വേറെ ആരോ അതിൻ്റെ മുകളിൽ എന്തോ കൃത്രിമം ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബിസിനസ്സുകാരന് കുറേ ചിലവുകൾ വന്നു. അതല്ല ബിസിനസ് ചിലവാണോ? അല്ലേ? അയാളുടെ ട്രേഡ് മാർക്ക് അത് വേറെ ആരോ മോഷ്ടിക്കുക, അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുത്തി. അപ്പോൾ അതിന് എതിരെ ഇയാളൊരു കേസ് കൊടുത്തു. ഈ കേസ് നടത്താൻ ഇയാൾക്ക് കുറേ കാശായി. അയാൾ ബിസിനസ് ചിലവല്ലേ? അയാൾ വീട്ടിൽ ചിലവല്ലല്ലോ? അല്ല. അപ്പോൾ എന്താണ്? അഡ്മിസിബിൾ എക്സ്പെൻസ്. അടുത്തത്, കോസ്റ്റ് ഓഫ് ഇറക്റ്റിംഗ് എ മെഡിക്കൽ അനെക്സ് ടു ദി ഫാക്ടറി ഫോർ ദി എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. ശ്രദ്ധിക്കണം, എന്താണ് ഒരു മെഡിക്കൽ അനെക്സ് എന്ന് പറഞ്ഞാൽ? അനെക്സ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അവർക്കുള്ള ഫാക്ടറിയുടെ തൊട്ടപ്പുറത്ത് അവിടുത്തെ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അലൗ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണോ P&L അക്കൗണ്ടിൽ? അല്ല. എന്താ കാരണം? അസറ്റാണ്, ക്യാപിറ്റൽ നേച്ചറാണ്. റവന്യൂ എക്സ്പെൻസ് മാത്രമേ നമുക്കിവിടെ കാണിക്കാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ എക്സ്പെൻസ് കാണിക്കാൻ പറ്റില്ല. കാരണം ക്യാപിറ്റൽ നേച്ചറാണ്. അതാണ് എഴുതണം കേട്ടോ. ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ഹൈഫൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതാണ് അതിൻ്റെ കാരണം. അടുത്തത്, കോസ്റ്റ് ഓഫ് എക്വയറിംഗ് ടെക്നിക്കൽ നോ ഹൗ ഓൺ 1 സെപ്റ്റംബർ 2016 10 ലക്ഷം രൂപ. ടെക്നിക്കൽ നോ ഹൗവിന് 10 ലക്ഷം രൂപ ചിലവായി. എന്താ ചെയ്യുക? ടെക്നിക്കൽ നോ ഹൗ ആയാലും എന്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയാലും അതിൻ്റെ എന്ത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? ഡിപ്രീസിയേഷൻ. വെറുതെ ഡിപ്രീസിയേഷൻ എഴുതരുത്. ഡിപ്രീസിയേഷൻ 25% ഈസ് അലവബിൾ ട്ടാ. അലവബിൾ എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ ആണ്, അത് 25% ആണ്. കാണാണ്ട് പഠിക്കണം. ബ്ലോക്ക് ഓഫ് അസറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നിട്ടില്ലെങ്കിൽ 25% അറിയണം. ടെക്നിക്കൽ നോഹൗവിനും ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും 25%, കമ്പ്യൂട്ടറിന് 40%. അങ്ങനെ ഓരോന്നിനും ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ആ ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് പഠിക്കണം. ബിൽഡിങ് 5%, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 10%, പ്ലാന്റ് ആൻഡ് മെഷീനറി 15%. ആ പെർസെൻറ്റേജ് ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ പേജ് നോക്കി പഠിക്കണം. അടുത്തത്, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ എ ബ്രാഞ്ച് the business of which is discontinued during the year. ബിസിനസ് മൊത്തത്തിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല, ബ്രാഞ്ച് ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാ. അതാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ബ്രാഞ്ചിന് വന്നിട്ടുള്ള ചിലവുകൾ അലൗ ചെയ്യാം. ഒരു ബ്രാഞ്ച് മാത്രം നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണു, അതിന് വന്ന ചിലവ് അലൗ ചെയ്യാം. അടുത്തത്, കൺസൾട്ടൻസി ഫീസ് പെയ്ഡ് 30,000 ഇൻ ക്യാഷ്. ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താ? അലൗഡ് അല്ല. 10,000 മേലെ ക്യാഷ് ആയിട്ട് നിങ്ങൾ എന്ത് കൊടുത്തോ അതൊന്നും അലൗഡ് അല്ല. ഇൻ ക്യാഷ് ബൈ എൻ അസസി ടു ടെക്നിക്കൽ കൺസൾട്ടന്റ് ഓഫ് ചെന്നൈ. 10,000 ആണെന്ന് വിചാരിച്ചോ അലോ ചെയ്യാം. നമ്മൾ നോക്കിയിട്ട് റീസൺ നോക്കിയിട്ട് ഇപ്പം അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, 10,000 രൂപയെ കൊടുത്ത് ക്യാഷ് ആയിട്ട് കൊടുത്തു, അലോ ചെയ്യാം. 11,000 രൂപയിലോ 11,000 ഡിസലൗഡ് എക്സ്പെൻസ് ആയി മാറും. 10,001 ഡിസലൗഡാ. ഓക്കെ. അപ്പോൾ ഇത് ഓരോ ഐറ്റം ആ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഹൈഫൺ ഇട്ടിട്ട് അഡ്മിസിബിൾ ആണോ ഇൻഅഡ്മിസിബിൾ ആണോ എന്നത്.